1797 യുപിയിലെ ഹൈദരാബാദിൽ ജനിച്ച് അല്ലാമ ഫളുൽ ഹക്ക് ചെറിയ വയസ്സിലെ ഖുർആൻ ഹാഫിളാക്കിന്ത് 13 വർഷമാകുമ്പോ ഫത്വ കൊടുക്കറത്ര പഠിച്ചിട്ടിന്ത്. അതുമാത്രമല്ലാണ്ട് സ്വാതന്ത്ര്യ പോരാട്ടക്കാരായിട്ടിന്ത്. 1857 ജിഹാദ് ഫർലണ്ട് ചെന്ന വ്യക്തിയായിട്ടിന്ത്. ഇതുക്ക് പേനായിട്ട് കുറെ പണ്ഡിതന്മാർ അയാൾക്ക് സപ്പോർട്ട് ആക്കിയാറ്. ഇത് മനസ്സിലാക്കിയിട്ട് ബ്രിട്ടീഷ് രംഗ ഈ വിഷയത്തെ പെരവെടുക്കണോണ്ട് ചെന്നപ്പ അയാൾ പെരവെടുത്തിട്ടില്ല. ഇങ്ങനെ അയാൾക്ക് കുറെ ഉപ്പർതാക്കിയാറ്. പിന്നെ അയാളെ ജയിലിൽ കിട്ടാറ്. അതിൽ പിന്നെ കോട്ട് അയാളെ വിളിച്ച് കേട്ടിട്ട് നിങ്ങൾ എന്റെ ആ ബിസിയെ ബുടാത്തെ പെരവെടുക്കാത്തേ അങ്ങനത്തെ നിയമം എന്തിക്ക് കൊന്നോണ്ട് കേട്ടപ്പാ അയാൾ ചെൽഡ് ഫളുൽ ഹക്ക് കാ കലാം ചൽ ഗയാ തോ ചൽ ഗയാ വാപസ് നഹി ഹോഗാണ്ട്. അയാൾ അവിടെ ചെൽഡ് നന്റെ നാവൽ ബന്ന പലക തിരിച്ചെടുക്കർ വിഷയമേ ഇല്ലാണ്ട് നന്റെ ബാധ്യത നന്റെ കടമായിട്ടിക്കര് ഈ ദേശത്തെ രക്ഷിക്കരുത്, ഈ രാജ്യത്തെ സംരക്ഷണാക്കരുത്. ഇയാൾ എന്തായെങ്കിലും ചേഞ്ച് ആവില്ലാണ്ടാവുമ്പോ ഇയാളുടെ അണ്ടമാനിലുള്ള കാലാപാനി ചെല്ലറായത്ത് കടത്തുറാറ്. അയാളെ മോനു അയാളെ രക്ഷിക്കുവാനായിട്ട് ചുമ്മ കഷ്ടപ്പണ്ട് എന്തും നടക്കില്ല. ഇത് അർത്ഥാക്കിയ മോനു അണ്ടമാൻ നിക്കോബർക്ക് യാത്ര പോണ്ടു. അവിടെ എത്തിയപ്പ ബാപ്പ ഷഹീദായിട്ടിക്കര്. അങ്ങനെ അയാള് ജനാസ നോക്കിയപ്പ ആറിട്ട് കേട്ടപ്പ അവിടെ ചെല്ലാറ് ബാപ്പറ ജനാസാണ്ട്. അങ്ങനെ അയാള് ബാപ്പറമയത്രെ കഫനാക്കര്. ഇത് 1861 അയാള് ഷഹീദായത്. ഇങ്ങനെ പോലെ വലിയ വലിയ മഹാന്മാര് ഷഹീദായിടാറ്. സ്വാതന്ത്ര്യ പോരാട്ടാക്കിയ കുറെ പണ്ഡിതന്മാര് ഈ കൂട്ടത്തിലുള്ളാറ്.